ഹലോ, ഞാൻ ഇന്ന് വീണ്ടും കുറേ ഇടവേളയ്ക്ക് ശേഷം ഒരു റിസോർട്ട് പരിചയപ്പെടുത്താൻ വന്നിരിക്കുകയാണ്. ഉദയ റിസോർട്ട്, വെസ്റ്റ് യാക്കര, പാലക്കാട്. പാലക്കാട് ടൗണിൽ നിന്നും യാക്കരിയിലേക്ക് ഏകദേശം 3 കിലോമീറ്ററാണ് ഈ ഉദയ റിസോർട്ടിലേക്കുള്ളത്. ഗൂഗിളിൽ അടിക്കുമ്പോൾ ഉദയ ആയുർവേദിക് റിസോർട്ട് എന്നാണ് പേര്. പാലക്കാട്ടിൽ നമ്മൾ കുറേ പേരൊക്കെ ഇവിടെ ഓരോ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ടാവും. പക്ഷെ ഓരോ റൂംസ് എങ്ങനെയാണ്, അതിൻ്റെയൊക്കെ ചാർജ് ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അടിപൊളി റൂംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അടിപൊളി വ്യൂ, പുഴയോരത്താണ് ഈ റിസോർട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ല വ്യൂ ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആദ്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു ഇവിടെ. മഡ് ഹൗസ്, ഇതാ ഈ കാണുന്നതാണ്. അത് തന്നെ ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അകത്തോട്ട് കയറിയതും ഈ ഒരു കാഴ്ച കാണാം. മഡ് ഹൗസ് എന്നതിന് ശരിക്കർത്ഥം വരുന്ന കാഴ്ച അല്ലേ. അകത്തോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ്. അയ്യോ, അകത്തോട്ട് കയറിയപ്പോൾ ഉണ്ടല്ലോ ഫുൾ എല്ലാം മണ്ണിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ മണം, എൻ്റെ അമ്മോ, ഈ നമ്മൾ പുതുമഴയൊക്കെ പെയ്യുമ്പോൾ മണ്ണിലൊരു പ്രത്യേക മണം വരില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. എനിക്ക് നല്ല ഒട്ടുമിക്കവർക്ക് ഇഷ്ടമാണ്. ആ മണം അങ്ങനെ അതിനകത്തുണ്ട് കേട്ടോ. ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയതല്ല, ആ മണം നാച്ചുറലായിട്ട് ഉള്ളതാണ്. കാരണം അങ്ങനെയുള്ള പണിയാണല്ലോ അകത്ത്. അടിപൊളി. ഇത് TV സ്റ്റാൻഡ് ഉൾപ്പെടെ ഇങ്ങനെ മണ്ണ്. അത് കഴിഞ്ഞ് സോഫയൊന്നും അവിടെ ഇല്ല, കുഷ്യനുള്ളതൊന്നും. അവിടെ ഇത് ഇങ്ങനെ തിണ്ണ എന്നൊക്കെ പറയില്ലേ? ദൈവമേ, അതിന് വേറെ എന്തെങ്കിലും വേർഡുണ്ടോ? കോലായി, ഇനി വേറെ എന്തെങ്കിലും വേർഡുണ്ടോ എന്നറിയില്ല. ഇതിനകത്ത് ഫുള്ളും അങ്ങനെ ഉള്ള ആ ഒരു പഴയ രീതിയിലുള്ളത് തന്നെയാണ്. നല്ല രസമാട്ടോ അകത്ത്. ഈ മഡ് ഹൗസിന് ഒരു ദിവസത്തെ റെന്റ് വരുന്നത് 10,000 റുപ്പീസാണ്. ബാക്ക് സൈഡിലോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ സ്വിമ്മിംഗ് പൂളുണ്ട്. നാളേക്ക് ഇവിടെ ഗസ്റ്റ് ഉള്ളത് കൊണ്ട് അവരത് വാഷ് ചെയ്തിട്ടിരിക്കുകയാണ് വെള്ളം നിറയ്ക്കാനായിട്ട്. ബാത്റൂമും അത് തന്നെ. നമ്മളിപ്പം ഈ വയസ്സായവരൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ പഴയ വീടുകളിലൊക്കെ ഒരു റൂം തന്നെ നമ്മൾ ബാത്റൂം ആക്കി കളയും, അറ്റാച്ച്ഡ് ബാത്റൂം പോലെ അല്ലേ. അതേപോലെ ഒരു ഫീൽ എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നി. വലിയ ബാത്റൂമാണ്. അതിങ്ങനെ മഡ് ഹൗസ് പരിചയപ്പെടുത്തി ഇങ്ങനെ നമ്മൾ പുറത്തോട്ട് വന്നു. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബിൽഡിങ്ങിൽ എല്ലാ റൂംസും ഒരുപോലെയല്ല. നമ്മൾ ഈ ഉദയ റിസോർട്ടിൽ ഒരു സെപ്പറേറ്റ് പോർഷനിൽ വേറെ വേറെ നമുക്ക് ചൂസ് ചെയ്യാം എങ്ങനത്തെ റൂമിൽ താമസിക്കണം എന്നുള്ളത്. അത് നല്ലൊരു ഇതാണ് കേട്ടോ. ഇതാണ് പ്രീമിയം റൂംസ്. 6 എണ്ണം ഉണ്ട്. മേലെ 3, താഴെ 3 ഇതിൻ്റെ റെൻറ്റ് വരുന്നത് ഒരു ദിവസത്തേക്ക് 6,000 റുപ്പീസാണ്. നല്ല വലിയ റൂംസാണ്. ഞാൻ ഓരോ റൂംസ് മാത്രമാണ് പരിചയപ്പെടുത്തുന്നത്. അതേപോലത്തെ തന്നെയാണ് താഴെയും 3 6 പിന്നെ അതിൻ്റെ തൊട്ടടുത്തായി വുഡൻ കോട്ടേജ്. പോണ്ടാണ് താഴെ, അതിൻ്റെ മേലെ ആയിട്ട് ഉള്ള റൂംസ്. വുഡൻ കോട്ടേജിൻ്റെ മേലത്തെ സൈഡിലായിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കാനുള്ള ഈ ഒരു സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ ഒരു റൂമിന് മാത്രം 3500, ബാക്കി 2 റൂമിന് 2500. മേലത്തെ 3 റൂംസിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ.
നമ്മൾക്കങ്ങനെ അതിൻ്റെ താഴത്തെ റൂംസ് പരിചയപ്പെടാം. ഇവിടെ താഴത്തെ ഏരിയയിൽ ഒരു റൂമിൻ്റെ റെൻറ്റ് വരുന്നത് 2000 ആണ്. ഇത് സ്വിമ്മിംഗ് പൂൾ. ഇവിടെ സ്വിമ്മിംഗ് പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ മക്കളൊക്കെ കുട്ടികളായിരിക്കുന്ന സമയത്ത് വന്ന് പഠിച്ചിട്ടുണ്ട്. എൻ്റെ ചെറിയ മോൻ ഇപ്പോഴും വെക്കേഷൻ ടൈമിലൊക്കെ ഇവിടെ വരാറുണ്ട്. സ്വിമ്മിങ്ങിനായിട്ട് പെർ അവർ ആണെങ്കിൽ 120 രൂപ. 10 days കോച്ചിങ് ആണെങ്കിൽ 2000. 15 days കോച്ചിങ് ആണെങ്കിൽ 3000. പഠിപ്പിക്കാനാണ് ഈ 2000ഉം 3000. ചുമ്മാ ഒന്ന് നീന്താനാണെങ്കിൽ പെർ അവർ 120 rupees ഓൺലി. ഇതിനോട് ചേർന്ന് തന്നെയാണ് ലോൺ ഉള്ളത്. 75,000 rupees ലോണിൻ്റെ ഒരു ദിവസത്തെ ചാർജ് വരുന്നത്. നല്ല വ്യൂ ആണ്. ഇവിടെയൊക്കെ ഇങ്ങനെ സ്റ്റേജൊക്കെ കിട്ടി ഇതൊക്കെ ചെയ്യുമ്പോൾ എല്ലാ ഡെക്കറേഷനും എല്ലാം പുറത്താട്ടോ. പുറമെയാണ് അതിൻ്റെ പൈസ. പുറത്തുനിന്ന് ആളെ കൊണ്ടുവരാം, ഇവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം. ഓൺലി ഇതിൻ്റെ റെൻറ്റ് മാത്രമാണ് 75,000 വരുന്നത്. 800 പേരുടെ കപ്പാസിറ്റിയാണ് ലോണിനുള്ളത്. 800. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ഡക്ക് ഉണ്ട്. ഇതിന് 25,000 rupees ആണ് റെൻ്റ് കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നല്ല വ്യൂ ഒക്കെ ഉണ്ടെന്ന്. ഇവിടെയാണ് യാക്കര പുഴയാണ് നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് കൂടെ ഒഴുകുന്നത് ഭാരതപ്പുഴയാണ്. അതിൻ്റെ കൈവഴിയാണ് നമ്മളുടെ യാക്കര പുഴ. അതിനോട് ചേർന്ന് ഇവിടെ ഒരു ഫ്രെയിം ഉണ്ട്. ഫ്രെയിം നമുക്കൊന്ന് കാണാം എങ്ങനെയുണ്ട്. അവിടെ നിന്നുള്ള വ്യൂ ആണ് അടിപൊളി. കണ്ടോ എന്ത് രസമല്ലേ ഇവിടെയൊക്കെ താമസിക്കുമ്പോൾ ഇങ്ങനെ കാണാനായിട്ട്. നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് വെള്ളം. ഈ ഒരു റൂമിൻ്റെ റൂഫൊക്കെ നോക്കിയ ഒരു പ്രത്യേകത ആണ് കേട്ടോ. പ്രത്യേക ഷേപ്പിലാണ്. നല്ല അടിപൊളിയായിട്ട്. ഈയോടാ അകത്തിരിക്കാൻ തോന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞാലേ. നല്ല അടിപൊളി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഹാളിൻ്റെ റെൻ്റ് കൂടെ പറയാം. ഹാൾ മാത്രമാണെങ്കിൽ ഇതിനും 25,000 ആണ്. 250 പേരുടെ കപ്പാസിറ്റിയാണ് ഹാളിനുള്ളത്. 250. ഹാളിൻ്റെ മേലെയായി 4 ഡീലക്സ് റൂമും 2 സ്യൂട്ട് റൂമും ഉണ്ട്. ഇപ്പോൾ കാണുന്നത് ഡീലക്സ് റൂമാണ്. ഇതിൻ്റെ റെൻറ്റ് 3,000 ആണ്.
2 സ്യൂട്ട് റൂമുണ്ട്. എല്ലാ സെക്ഷൻ്റെയും ഓരോരോ റൂമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതേപോലത്തെ സെയിം ഡയറക്ഷൻ മാറിയിട്ടാണ് മറ്റേത്. ഇതാണ് സ്യൂട്ട് റൂം. 3500 റെൻറ്റ് വരുന്നത്. ഉദയ ആയുർവേദിക് റിസോർട്ട് എന്നാണ് പേരെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കതൊന്ന് കാണാം. അപ്പം എൻട്രൻസ് കയറിയതും ഒരു റൈറ്റ് സൈഡായിട്ട് ഇങ്ങനെ ഒരു ആയുർവേദിക് റിസോർട്ടുണ്ട്. 2 ആയുർവേദ ഡോക്ടേഴ്സ് ഇവിടെയുണ്ട്. ചിലർ വിചാരിക്കും ഉഴിച്ചിലും ഇതൊക്കെയാണെന്ന്. അത് ഡോക്ടർ തീരുമാനിക്കുന്ന പോലെയാണ്. ഉഴിച്ചിൽ വേണ്ടി വന്നാൽ ഉഴിച്ചിൽ, അല്ലെങ്കിൽ വേണ്ട. ഇതിനകത്ത് പേഷ്യൻ്റ് ഉണ്ട്, ഉഴിച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് അകത്ത് കാണിക്കാത്തത്. അതിൻ്റെ തന്നെ തൊട്ടടുത്തായിട്ട് ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ വരുന്നത്. അത് തന്നെ നല്ല ഒരു ലുക്കാണ് അല്ലേ. അത് കഴിഞ്ഞ് ഡൈനിങ് ഏരിയ ആണ് ഈ കാണുന്നത്. അങ്ങനെ ഉദയ റിസോർട്ടിൽ വന്നവർക്കും വരാത്തവർക്കുമായിട്ട് പരിചയപ്പെടുത്തി. മറ്റൊരു നല്ല എപ്പിസോഡുമായി വീണ്ടും വരാം. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.